നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയും നമുക്കോരോന്നും വേണ്ട സമയത്ത് നമുക്ക് നൽകി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുന്ന പ്രകൃതിയിലാണല്ലോ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, തെറ്റിലേക്ക് നയിക്കുന്ന പല സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് മുമ്പിൽ ഒരുക്കി തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാച്, നമ്മുടെ മുഖ്യ ശത്രുവായ പിശാച് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നമ്മുടെ കൂടെയുണ്ട് താനും. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, ആ തെറ്റു സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമർ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന മറുപടി അത്തവ്വാബൂൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് എന്നാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കഴുത്തിലെ ഒരു ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് പാപമോചനം അഥവാ ഇസ്തിഗ്ഫാറും അതോടൊപ്പം തന്നെ പശ്ചാത്താപം അഥവാ തൗബയുമല്ലാതെ അതിനെ ഉരുക്കിക്കളയാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഏവരോടും പറയുന്നത് എന്താ? വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്. മാത്രവുമല്ല, തൗബ ചെയ്താൽ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. മാത്രവുമല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാനും സാധിക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹറിൻ്റെ സമയം അഥവാ രാത്രിയിലെ അന്ത്യയാമത്തിൽ സുബഹിക്ക് മുമ്പുള്ള ആ ഒരു സമയത്തിൽ ഇസ്തിഗ്ഫാർ തേടുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടവർ എന്നാണ് നമ്മളോട് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക എന്ന് പറയുന്നത് തെറ്റുപറ്റും, ആ തെറ്റുപറ്റിയാൽ ഉടനെ എന്ത് ചെയ്യണം? ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം, പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് തൗബ തേടി മടങ്ങണം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം പൂർവ്വ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രകൃതം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമുക്കറിയാം ഹവ്വ ബീവിക്കും ആദം നബി അലൈഹി ഇസ്ലാമക്കും എന്താണ് അവർക്ക് തെറ്റുപറ്റിയത് എന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും അള്ളാഹുവിനെ വിളിച്ച് തേടുന്നത് റബ്ബനാ ളലംനാ അൻഫുസനാ, അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ എങ്ങാനും ഞങ്ങളോട് പൊറുത്തിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന ഒരു പ്രാർത്ഥന, എന്ന ഒരു ഖേദപ്രകടനം, ഒരു തൗബയുടെ രൂപം, ഇസ്തിഗ്ഫാറിൻ്റെ രൂപം അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു വന്നു. മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹ് എന്നറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗഫറല്ലാഹ് ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട്, എൻ്റെ ആത്മാവിനോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. ഫഗ്ഫിർ ലീ,
ആകയാൽ എനിക്ക് നീ പുറത്തു തന്നാലും ഫഗഫറ ലഹു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ആ ഇസ്തിഗ്ഫാർ നടത്തിയതിന് ശേഷം അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ? വസ്തഗ്ഫിരില്ലാഹ്, പ്രവാചകരെ അങ്ങ് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടണം. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുക. സഹോദരങ്ങളെ, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളൊരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എണ്ണം പിടിക്കുകയാണ്, എത്ര വട്ടം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഗഫിർലി വതുബ് അലയ്യ എന്ന് പറയുന്നു എന്ന്. റബ്ബി ഗഫിർലി എന്താ അർത്ഥം? റബ്ബേ എനിക്ക് പുറത്തു തരണേ, വതുബ് അലയ്യ എനിക്ക് നീ തൗബ തരണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഒരൊറ്റ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമുക്ക് അറിയിച്ചു തരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പാപവും പ്രവർത്തിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമായ അഥവാ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഇരുത്തത്തിൽ തന്നെ 100 തവണ അള്ളാഹുവിനോട് പശ്ചാത്താപം തേടിയിരുന്നുവെങ്കിൽ, ഇസ്തിഗ്ഫാർ തേടിയിരുന്നു എങ്കിൽ നമ്മളൊക്കെയും എത്ര കണ്ട് ആ വിഷയത്തിൽ ജാഗ്രത കാട്ടേണ്ടതുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെ, ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എത്ര തെറ്റുകൾ ഇന്നത്തെ ദിവസം മാത്രം ചുരുങ്ങിയ മണിക്കൂറുകൾക്കിടയിൽ ഞാനും നിങ്ങളും ചെയ്തു പോയിട്ടുണ്ടാകും. അള്ളാഹു പുറത്തു തരട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടി ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതവും അതേപോലെ തന്നെ പ്രബോധനവും അവസാനിപ്പിച്ചത് നമുക്കറിയാം. സൂറത്ത് നസ്റിലെ 3-ാമത്തെ ആയത്തിലൂടെയാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹ് ഇന്നഹു കാന തവ്വാബ. അവിടെയും ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും വിഷയമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പോയിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞു പോരുക എന്ന് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. ആ വൻപാപം ചെയ്ത ഒരു മനുഷ്യന് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖാല, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ രൂപം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കപ്പെടും. വഇൻ കാന ഖദ് ഫറ മിനസ് സഹ്ഫ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയ അവരുടെ കൂട്ടത്തിലായ ഒരാളാണ് എങ്കിലും അതുവരെ അള്ളാഹു പുറത്തു തരും എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ, അത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ടോ? അത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്യാറില്ല. എന്നാലും അതോടൊപ്പം നിൽക്കുന്ന പല തിന്മകളും നമ്മൾ ചെയ്യാറുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും പ്രഭാതത്തിൽ അഥവാ രാവിലെ സമയം ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ വഹുവ മൂഖിനും ബിഹി അല്ലെങ്കിൽ മൂഖിനം ബിഹ, ഈ ഒരു ഇസ്തിഗ്ഫാർ തേടുന്നത് ആ ഒരു ദൃഢവിശ്വാസത്തോടു കൂടി ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ യുംസി അഥവാ വൈകുന്നേര സമയമാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മൂഖിനൻ ബിഹ, ഈ ഒരു ദൃഢവിശ്വാസത്തോടു കൂടി ആ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് നമ്മൾ തേടിയാൽ പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കാം, ഈ 2 സമയമല്ലാതെ മരിക്കാൻ മറ്റൊരു സമയം ഏതാ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഏതെങ്കിലും ഒരു സമയമായിരിക്കും ഒരുപക്ഷെ നമ്മൾ മരിക്കാം. ഇനി അതും അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെ, അഥവാ 24 hours ഇതിൽ പെട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്, രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ അദ്കാർ സ്വബാഹി വൽ മസ,
വളരെ കൃത്യമായി നമ്മൾ ചൊല്ലുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു പ്രൊട്ടക്ഷനാണ് അത് എന്ന ഒരു തിരിച്ചറിവോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സ്റ്റെപ്പായി ദിക്റിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പരിപൂർണമായ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്റിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابته ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന നല്ലവരായ സദ്വൃത്തരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട പാപമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ സൂചിപ്പിച്ചു വെച്ചത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപരമായ ഒരു ആയത്തുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും وأنت فيهم وما كان الله معذبهم وهم يستغفرون. പ്രവാചകരെ, അങ്ങ് അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അവർ ശിക്ഷിക്കപ്പെടുന്നതല്ല. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു വാഗ്ദാനം പോലെ പറയുന്ന ഒരു കാര്യം, അവർ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കെ അവർ ശിക്ഷിക്കപ്പെടുന്നതുമല്ല. അള്ളാഹു ശിക്ഷയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ മക്ബറകളായി മാറരുത്. ലാ തജഅലു ബുയൂതകും ഖുബൂറ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങൾ ഖബറുകളാക്കി മക്ബറകളാക്കി മാറ്റരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തു പറഞ്ഞൊരു വിഷയം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീട്ടിൽ നിന്നും പിശാച് പിന്തിരിഞ്ഞോടും എന്നുകൂടി അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസുകളെല്ലാം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ റഹിമഹുമുല്ലാ അവർ പറഞ്ഞു തരുന്ന ഒരു വിഷയം, നമ്മുടെ വീടുകളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നടക്കണം. ഫർള് നിസ്കാരങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലും അതോടൊപ്പം അനുബന്ധിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിലും നടക്കണം. നമ്മുടെ ഖിയാമുൽ ലൈലുകൾ നമ്മൾ നമ്മുടെ വീടുകളിൽ നടത്തണം. ആവുന്നത്ര ദിക്റുകളും ദുആകളും നമ്മൾ നമ്മുടെ വീടുകളിൽ നടത്താൻ ശ്രമിക്കണം. നമ്മളല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? വീട്ടിലൊരു ഉപ്പയോ ഉമ്മയോ ഇസ്തിഗ്ഫാർ തേടുന്ന വിഷയത്തിൽ മക്കൾക്ക് മാതൃകയായില്ല എങ്കിൽ പിന്നീട് ആരാണ് ആ വിഷയത്തിൽ അവർക്ക് മാതൃകയുണ്ടാവുക? അതുകൊണ്ട് തന്നെ ലേശം ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു തന്നു വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയം. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിച്ച ആ ഒരു റമദാൻ മാസം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ നനച്ചൂളിയുടെ ശ്രദ്ധയിലായിരിക്കും ഈ സമയത്തൊക്കെ. ഈ നനച്ചൂളി നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് റമദാൻ മാസത്തിൽ മാത്രം ഓതാനുള്ള ഒരു കാര്യമല്ല എന്നത്. പലപ്പോഴും അങ്ങനെയാണ് നമ്മളൊക്കെയും ശ്രദ്ധിക്കാറുള്ളതും ചെയ്യാറുള്ളതും. അത് തെറ്റാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കാറുള്ള ഒരു ചിന്തയാണ് റമദാൻ വരട്ടെ എന്നിട്ട് നന്നാകാം എന്നുള്ളത്. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പാപമോചനത്തിന്റെ അവസരം ഒരുക്കി തരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ റമദാനിൽ നന്നാകാം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ ആ റമദാൻ കാണാതെ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ തേടി മടങ്ങാതെയാണ് നമുക്ക് റമദാൻ നഷ്ടപ്പെടുന്നത് എങ്കിൽ അള്ളാഹു കാക്കട്ടെ. ആമീൻ. ഒരു സാധ്യത നമ്മൾ കണക്കാക്കണം. ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യുക, എന്താണ് സംഭവിക്കുക നമുക്ക് എന്നുള്ളത് നാളെ ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ സഹോദരിമാരെ, ആ വിഷയം ഒരു അല്പം ഗൗരവത്തോടു കൂടി മനസ്സിനൊരു നനച്ചൂളി നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയായി മുമ്പിൽ സെറ്റ് ചെയ്യണം. അതിനെന്തെല്ലാം നമ്മൾ ചെയ്യണോ അതെല്ലാം നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഓരോ മുക്കും മൂലയും, എല്ലാ വസ്തുക്കളും നമ്മൾ വളരെ കൃത്യമായി ക്ലീൻ ചെയ്തു വെക്കാറില്ലേ റമദാനിനെ സ്വീകരിക്കാൻ, വരവേൽക്കാൻ വേണ്ടി? അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ഓരോ ദിക്കുകളും
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഇസ്തിഗ്ഫാർ തേടണം, അതിന് നമ്മൾ തൗബ ചെയ്യണം. നമ്മൾ ചെയ്തു പോരുന്ന എല്ലാ തിന്മകളും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ കഴിയണം. അതിനു പകരമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു തന്നു അല്ലേ? ആ നന്മകൾ അവിടെ പകരം റീപ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിയണം. വെറും ഒരു തിന്മ ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം നമുക്കൊന്നും കഴിയില്ല. പിന്നീടും വെറുതെ സമയം കിട്ടുമ്പോൾ ആ തിന്മയിലേക്ക് വീണ്ടും പോകും. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. സാഹചര്യമാണ് പലപ്പോഴും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത്. ഒരു തെറ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും നന്മയിലൂടെയുള്ള തിരക്ക് നമുക്കുണ്ട് എങ്കിൽ തെറ്റിനെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ കൃത്യമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.